1993 യാഷ് ചോപ്രയുടെ പ്രശസ്തമായ ഡർ എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ അമീർ ഖാൻ സമ്മതിക്കുന്നു. എന്നാൽ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോഴാണ് താൻ ഉദ്ദേശിച്ച പോലെ അങ്ങോട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, ആ കഥാപാത്രമായി മാറാൻ തനിക്ക് കഴിയുന്നില്ല എന്ന് അമീർ ഖാന് ബോധ്യപ്പെട്ടത്. ആ ഘട്ടത്തിൽ കുറച്ച് കഴിഞ്ഞുപോയി. അപ്പോൾ ഷൂട്ടിങ്ങിൽ നിന്ന് ഉടനെ പിന്മാറുക, അതൊക്കെ ഒരു കരാർ ലംഘനമാണ്, ഒരുപാട് പൈസ നഷ്ടം ഉണ്ടാകും, അണിയറ പ്രവർത്തകർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. ഇതെല്ലാം മനസ്സിലാക്കി അദ്ദേഹം ഒന്ന് മടിച്ചു ഇവരോട് പറയാൻ. എങ്ങനെ പറയും? എന്നാൽ ഓരോ ദിവസം കഴിയും തോറും ഈ കഥാപാത്രത്തോട് ഒരു രീതിയിലും തനിക്ക് നീതി പുലർത്താൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം ഉള്ളുകൊണ്ട് തിരിച്ചറിഞ്ഞു, ഈ പ്രോജക്റ്റിൽ ഇനി തുടരാൻ പാടില്ല, തുടരുന്നത് സിനിമയോട് ചെയ്യുന്ന ചതിയാണ് എന്ന് അമീർ ഖാന് മനസ്സിലായി. അദ്ദേഹം സംവിധായകനെയും നിർമ്മാതാവിനെയും സമീപിച്ചിട്ട് തൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം തുറന്നു പറഞ്ഞു. ഈ ക്യാരക്ടറാകാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ, ഞാൻ എത്ര ശ്രമിച്ചിട്ടും അവിടെ എത്താൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹം തീർച്ചയായിട്ടും അവരുടെ ചില ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒക്കെ അവർ പറയും എന്ന് പ്രതീക്ഷിച്ചു. മാത്രമല്ല അവരുടെ രോഷപ്രകടനവും അദ്ദേഹം പ്രതീക്ഷിച്ചു. എന്നാൽ അമീർ ഖാൻ്റെ ആത്മാർത്ഥത സംവിധായകനും നിർമ്മാതാവും മനസ്സിലാക്കി. കാരണം ഒരു സിനിമയിൽ മുഖ്യ വേഷത്തിൽ അഭിനയിക്കാൻ വന്ന് പ്രതിഫലം കരാറും പ്രതിഫലവും ഒക്കെ ആയി റെഡിയായി കഴിയുമ്പോൾ ഈ കഥാപാത്രം എനിക്ക് ഇണങ്ങുന്നില്ല, ആ കഥാപാത്രത്തോട് എനിക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല എന്നൊരു നടൻ തുറന്നു പറയുമ്പോൾ അതിലെ രക്തം കിനിയുന്ന ആത്മാർത്ഥം മനസ്സിലാക്കണം എന്നുള്ള ചിന്തയിൽ സംവിധായകനും നിർമ്മാതാവും അവരുടെ നഷ്ടങ്ങളോ അവരുടെ മറ്റു പ്രശ്നങ്ങളോ ഒന്നും മനസ്സിലാക്കാതെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് സമ്മതിച്ചു. അദ്ദേഹം ആ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറാൻ അവർ അനുവദിച്ചു. ആ പ്രോജക്റ്റിൽ നിന്ന് അദ്ദേഹം പിന്മാറി. അപ്പോൾ ആ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറിയപ്പോൾ പിന്നീട് ആരാണെന്നറിയോ വന്നത്? ഷാരൂഖ് ഖാനാണ്. ഷാരൂഖ് ഖാൻ വന്ന് ഈ കഥാപാത്രം ചെയ്തു എന്ന് മാത്രമല്ല, ഡർ സൂപ്പർ ഹിറ്റായി എന്ന് മാത്രമല്ല, ഷാരൂഖ് ഖാൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ കഥാപാത്രങ്ങളിൽ ഒന്നായി ഈ കഥാപാത്രം മാറുകയും ചെയ്തു. അപ്പോൾ ഈ സ്റ്റോറിയിൽ നിന്ന്, ഈ അനുഭവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ തീരുമാനങ്ങളിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടെങ്കിൽ നമ്മൾ ആ എന്തെങ്കിലും ലാഭനഷ്ടങ്ങൾ കണക്കാക്കി അതിൽ പിടിച്ചു തൂങ്ങുന്നത് ശരിയല്ല. നമ്മളുടെ ചിന്തയ്ക്കനുസരിച്ച്, നമ്മുടെ സത്യസന്ധതയ്ക്കനുസരിച്ച്, നമ്മുടെ മനസാക്ഷിയുടെ കോടതിയിൽ കാര്യങ്ങളൊക്കെ ഇട്ടൊന്ന് വിചാരണ ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് പിൻവാങ്ങുക തന്നെ വേണം.